ഞാൻ ഈ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് തിരുവായും ഒഴിഞ്ഞ് അവരോട് സംസാരിക്കുമ്പോൾ നാം പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളതാണ്. ഞാൻ ഇതിലെ ചില കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ മാത്രം ടച്ച് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഇപ്പൊ ഞാൻ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവെ, എനിക്ക് സൗമ്യതയുടെ കുറവ് ഞാൻ കാണുന്നല്ലോ, എൻ്റെ കരുണയുടെ കുറവ് ഞാൻ കാണുന്നല്ലോ. അവിടെയുള്ള ആ ബിയാറ്റിറ്റ്യൂഡ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ആത്മാവിലുള്ള ദാരിദ്ര്യത്തിന് പകരം എനിക്കൊരു സ്വയസംതൃപ്തിയുടെ ആത്മാവിനെ ഞാൻ കാണുന്നല്ലോ. ഹൃദയശുദ്ധി കർത്താവെ, അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറവായിരിക്കുന്നല്ലോ എന്നൊക്കെയുള്ള ഓരോരോ നമ്മുടെ വ്യക്തിപരമായ മേഖലകളിൽ നമുക്ക് ഈ നമ്മുടെ കുറവുകളെ കാണുമ്പോഴാണ് നമുക്കൊരു ആത്മാവിലുള്ള ഒരു ദാരിദ്ര്യം നമുക്കുണ്ടാവുന്നത്. നമ്മൾ അതിനെ തുടർന്ന് നമുക്ക് നോക്കുക, അതിൻ്റെ പിന്നീട് 5-ാം അധ്യായത്തിന്റെ കുറച്ചുകൂടെ താഴെ വരുമ്പോൾ നമ്മൾ ഈ കർത്താവ് പറഞ്ഞ ഈ 5, 6, 7 അധ്യായത്തിലുള്ള ഈ വചനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവിടെ പറയുന്നു. ഈ കൽപ്പനകൾ അതിനെ അനുസരിക്കുകയും അത് പഠിപ്പിക്കുകയും അങ്ങനെ ചെയ്യുന്നവർ അവരാണ് സ്വർഗരാജ്യത്തിൽ വലിയവർ. എന്നാൽ ഈ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തവർ, അതിനെ നിസ്സാരവൽക്കരിക്കുന്നവർ, അവര് സ്വർഗരാജ്യത്തിൽ അവര് ചെറിയവരായിരിക്കും, ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും എന്നൊക്കെ നാം അവിടെ കാണുന്നു. അതിനെ തുടർന്ന് കോപത്തെക്കുറിച്ച് അവിടെ നാം വായിക്കുന്നുണ്ട്. ഇന്നലെയും ഒക്കെ പല ഒക്കേഷൻസിൽ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. എൻ്റെ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലുള്ള കോപം നമ്മൾ ഇന്നലെയൊക്കെ നാം അത് ചിന്തിച്ചിട്ടുണ്ട് എന്ന് ഞാനും ചിന്തിക്കുന്നു. നമ്മുടെ കോപം നമുക്ക് ഉണ്ടാവുമ്പോൾ അതിനോട് ചേർന്ന് ഇവിടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. 22-ാമത്തെ വാക്യത്തിൽ സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പൊ നമ്മള് ചർച്ചിലൊന്നും നമ്മളിവിടെ ആരോടും ആ രീതിയിൽ നിസ്സാര അല്ലെങ്കിൽ മൂഢ എന്നൊന്നും നമ്മളിപ്പോ പറയുന്നില്ല. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നാം നമ്മുടെ ഭാര്യമാരോട് നീ ഒരു നിസ്സാരവൽക്കരിക്കുന്നുണ്ടോ, അവര് പറയുന്നത് നീ അതിലെന്ത് കാര്യമുണ്ട് എന്ന് പറഞ്ഞ് നാം നിസ്സാരവൽക്കരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മക്കളോട് നിനക്ക് എന്തറിയാം, നിനക്ക് വിവരമുണ്ടോ എന്ന് ചോദിച്ച് അവരോട് നാം ഒരു ഭോഷനാണ് എന്നുള്ള രീതിയിൽ നാം അവരോട് സംസാരിക്കുമ്പോൾ ചിലരൊക്കെ ആ രീതിയിൽ അവരോട് പറഞ്ഞ് നിനക്ക് നീ എന്തുവാടാ എന്നൊക്കെ ചോദിച്ച് അവരോട് നീ എന്താ പൊട്ടനാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഇടയിൽ ഇല്ലായിരിക്കാം, പക്ഷെ ആളുകൾ അങ്ങനെ ചോദിക്കാറുണ്ട്. നമ്മുടെ സ്വന്തം കുറവിനെ കുറിച്ച് ഒരു ബോധ്യവുമില്ലാതെ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ സഭയിലുള്ള സഹോദരന്മാർ ഇവരെയൊക്കെ നാം നിസ്സാര എന്ന് പറയുമ്പോൾ, അവരെ മൂഢ എന്ന് പറയുമ്പോൾ അത് നമ്മെ അഗ്നി നരകത്തിലേക്ക് നയിക്കുന്നതാണ് എന്നുള്ള ഒരു ബോധ്യം. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കിതൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തെ നമുക്ക് ശോധന ചെയ്യാനുള്ള അവസരങ്ങളാണ്. അതിനെ തുടർന്ന് അവിടെ നമ്മുടെ മോഹത്തെക്കുറിച്ച്, നമ്മുടെ ഹൃദയത്തിലുണ്ടാവുന്ന മോഹത്തെക്കുറിച്ച് നാം അവിടെ പറയുന്നു. അതും എത്ര ഗൗരവമായിട്ട് എടുക്കണം. നമുക്ക് നമ്മുടെ വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക എന്ന് പറഞ്ഞ് ആ രീതിയിൽ നമ്മൾ വളരെ ഗൗരവമായിട്ട് നമ്മുടെ മോഹം, ഇതൊന്നും ആരും കാണുന്നില്ല. പക്ഷേ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ, ഫോൺ ഉപയോഗിക്കുമ്പോൾ, ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ, മറ്റു സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെയൊക്കെ എൻ്റെ ഹൃദയത്തെ കർത്താവേ, എനിക്ക് ഹൃദയശുദ്ധിയോടുകൂടി ആയിരിക്കണം. ഞാൻ മോഹത്തോടുകൂടെ, എൻ്റെ ഒരു നോട്ടവും മോഹത്തോടുകൂടി ആയിരിക്കരുത്. കർത്താവേ, എന്നെ സഹായിക്കണമേ. ഇങ്ങനെയുള്ള വ്യക്തിപരമായ കാര്യങ്ങളെ നാം ഗൗരവമായിട്ട് എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമാണ് കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുമ്പോട്ട് നടത്തുവാനായിട്ട് കഴിയുക. അതിനെ തുടർന്ന് നാം അവിടെ വിവാഹമോചനത്തെക്കുറിച്ച് പറയുന്നു. അവിടെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ എന്നെക്കുറിച്ച് എങ്ങനെ ഉപേക്ഷം, ഇത് ദൈവം, നമ്മൾ മലാക്കി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം ഈ ഒരു ഗോഡ് ഹേറ്റ്സ് ഡിവോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ നമ്മളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ വീട്ടിൽ നമുക്ക് ഭാര്യയോടുള്ള സ്നേഹം, ഐക്യം, ഇതിലൊക്കെ കുറവ് വന്നിട്ട് ഭാര്യയുടെ ഒരു ഡയറക്ഷനിൽ, ഭർത്താവിന്റെ ഒരു ഡയറക്ഷനിൽ, ഏതോ ഒരു പഴയ നിയമ പ്രവാചകന്മാരെ പോലെ നമ്മൾ ഏകരായിട്ട് അങ്ങോട്ട് നടക്കുന്നു. പക്ഷെ ഭാര്യയോട് സ്നേഹമോ ഐക്യമോ ഒന്നുമില്ലാത്ത അങ്ങനെയുള്ള ഏതെങ്കിലും കുടുംബങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവെ, എനിക്ക് ആ രീതിയിലുള്ള ഒരു വേർപിരിവിന്റെ ഒരു 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 അകൽച്ച
കർത്താവ് എൻ്റെ വീട്ടിലുണ്ടല്ലോ, എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു ആവശ്യബോധത്തിലേക്ക് നമ്മെ തന്നെ താഴ്ത്തുന്നതിലേക്കും നമ്മെ നടത്തണം. നമ്മൾ ബോഷ്ക്ക് പറയരുത്, കളവ് പറയുന്നതിനെ കുറിച്ച് വായിക്കുന്നു. ശത്രുക്കളെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് തുടർന്ന് വായിക്കുന്നു. അവിടെ നമുക്ക് പലപ്പോഴും നമ്മെ സ്നേഹിക്കുന്നവരെ, നമ്മുടെ അടുത്തുള്ളവരെ സ്നേഹിക്കാൻ തന്നെ പല സമയങ്ങളിലും ബുദ്ധിമുട്ടാണ്. അതിന്റെ മധ്യത്തിൽ കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന ആ നിലവാരം എന്ന് പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുക, ദുഷ്ടനോട് എതിർത്ത് നിൽക്കരുത്. നമ്മളൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് ചില സാഹചര്യങ്ങൾ മറ്റുള്ളവര് നമ്മൾ ശരിയാണ് ചെയ്യുന്നത്, എന്നാൽ മറ്റുള്ളവർ ശരിയായി ചെയ്തിട്ടും മറ്റുള്ളവർ നമ്മെ എതിർക്കുന്നു, മറ്റുള്ളവർ നമ്മോട് കോപിക്കുന്നു, ദേഷ്യപ്പെടുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന ആ രീതിയിലുള്ള അവരോടുള്ള എതിർപ്പും അവരോടുള്ള ആ ഒരു സൗമ്യതയില്ലാത്ത മനോഭാവവും ഇതൊക്കെ ക്ഷമയില്ലാത്ത മനോഭാവവും ഒക്കെ നമ്മൾ കാണുമ്പോൾ, കർത്താവെ ഞാൻ വളരെ ആവശ്യക്കാരനാണ്. ഇതൊക്കെ നമ്മെ ഒരു ആവശ്യബോധത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. തുടർന്ന് 6-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച്, നമ്മൾ ഉപവസിക്കുന്നതിനെ കുറിച്ച്, നമ്മൾ ദാനം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ രഹസ്യമായിട്ട് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് ചെയ്യണം. മറ്റുള്ളവരുടെ മുമ്പിലുള്ള ഒരു അംഗീകാരത്തിനോ ഒന്നും ആയിരിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ നാം അവിടെ വായിക്കുന്നു. തുടർന്ന് നമ്മുടെ നിക്ഷേപം എവിടെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ നിക്ഷേപം ഉള്ളിടത്താണ് നമ്മുടെ ഹൃദയം എന്ന് നാം 6-ാം അധ്യായത്തിന്റെ മധ്യഭാഗത്ത് നാം വായിക്കുന്നു. വിചാരപ്പെടുന്നതിനെ കുറിച്ച് തുടർന്ന് പല വാക്യങ്ങൾ, ഏകദേശം 10 വാക്യങ്ങൾ അതിനകത്ത് ആവർത്തിച്ചിരിക്കുന്നു. ഏകദേശം 4 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. വിചാരപ്പെടുന്നത് എന്തിനാണ്? വിചാരപ്പെടരുത്. ഇപ്പൊ വിചാരപ്പെടുന്നതും ഒരു പാപമാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. കർത്താവെ എന്നെ സഹായിക്കണമേ, എനിക്ക് അങ്ങിൽ വിശ്വസിക്കാനായിട്ട് എന്നെ സഹായിക്കണമേ. ഇതെല്ലാം നമ്മെ ഒരു ആവശ്യബോധത്തിലേക്ക്. തുടർന്ന് 7-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയുന്നത് വിധിക്കരുത്. നമ്മൾ ഇന്നലെ വിരൽ ചൂണ്ടുന്നതിനെ കുറിച്ച് പറയും. വിധിക്കരുത്. നീ മറ്റുള്ളവരെ എന്തിനാ വിധിക്കുന്നത്? ഇന്ന് നാം ഈ അപ്പത്തിലും വീഞ്ഞിലും ഒക്കെ പങ്കാളികളാകാനായിട്ട് ഒന്നിച്ചു കൂടി വന്നപ്പോൾ നാം പറയുന്നത്, തന്നെത്താൻ ശോധന ചെയ്താൽ, തന്നെത്താൻ വിധിച്ചാൽ, ഞാൻ എന്നെ തന്നെ വിധിച്ചാൽ ഞാൻ വിധിക്കപ്പെടുകയില്ല. മറ്റുള്ളവരെ വിധിക്കാനാണ് നമ്മുടെ പ്രവണത. അവൻ എങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്തില്ലേ, ഇന്നാളിനെ എങ്ങനെ ചെയ്തില്ലേ, അവരെങ്ങനെ ചെയ്തു. നമുക്ക് ഒരുപക്ഷെ മറ്റുള്ളവര് ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ചിലപ്പോൾ പറയേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ അവരെ കുറിച്ച് വിധിച്ച് അവരെ ഒരു പുച്ഛ മനോഭാവത്തോടുകൂടെ കാണുന്ന ഇത് വളരെ തെറ്റാണ് എന്നിവിടെ പറയുന്നു. നമ്മുടെ 4-ാം വാക്യത്തിൽ പറയുന്നത്, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിൽക്കുക, നിന്റെ കണ്ണിൽ നിന്ന് കരടെടുക്കട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? നീ കപടഭക്തിക്കാരനാണ്. വളരെ ഗൗരവമായിട്ട് കർത്താവ് പറയുന്നു. ഞാൻ ആദ്യം എൻ്റെ കണ്ണിലെ ആ വലിയ കോലിനെ ഞാൻ എടുക്കുവാനായിട്ടാണ് ഞാൻ ഉത്സാഹിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് 7-ാം അധ്യായത്തിലാണ് ഇങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളാണ്. ഒത്തിരി കാര്യങ്ങൾ നാം ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങൾ, ഇതിനെയൊക്കെ കർത്താവ് വളരെ തൊട്ട് ചൂണ്ടിക്കാണിച്ച് 5-ലും 6-ലും 7-ലും പറഞ്ഞു. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ, നമ്മളത് കണ്ടിട്ട് കർത്താവെ എന്നെ കൊണ്ട് എങ്ങനെ പറ്റും, കർത്താവെ എന്നെ കൊണ്ട് എങ്ങനെ സാധിക്കും? അങ്ങ് വെച്ചിരിക്കുന്ന ഈ നിലവാരം എത്ര ഉയർന്നതാണ്. നമ്മൾ പഴയ നിയമത്തിലെ ന്യായപ്രമാണം അത് ഒരു ട്യൂട്ടറായിരുന്നു. ന്യായപ്രമാണം നമ്മെ ക്രിസ്തുവിലേക്ക് നയിക്കും എന്ന് നമ്മൾ വായിച്ചു. ഇവിടെ യേശു ക്രിസ്തു തന്നെ വന്നിട്ട് ഇപ്പം ആ ന്യായപ്രമാണത്തിനേക്കാളും വലിയ കാര്യങ്ങൾ കർത്താവ് പറയുന്നു. ഇത് നീ വ്യഭിചാരം ചെയ്യരുതെന്ന് ഞാൻ നേരത്തെ നിങ്ങൾ ന്യായപ്രമാണത്തിൽ കേട്ടിട്ടുണ്ടല്ലോ. മോഹിക്കരുത്, ഞാൻ കൊലപാതകം ചെയ്യരുതെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പറയുന്നു, നീ കോപിക്കരുത്. അപ്പം പുതിയ നിയമത്തിലും നമ്മൾ നോക്കുമ്പോൾ വളരെ ഉയർന്ന ഒരു നിലവാരം, കുറെ കൽപ്പനകൾ ഇവിടെ കാണും. അപ്പം അതിന്റെ മധ്യത്തിൽ നമ്മളൊരു സത്യസന്ധരാണെങ്കിൽ നമ്മളൊരു നിസ്സഹായതയിലേക്ക്, എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ കർത്താവെ, എന്നെ കൊണ്ടത് സാധിക്കില്ല എന്നുള്ളൊരു സത്യസന്ധമായിട്ട് നമ്മെ തന്നെ, നമ്മുടെ കുറവുകളെ നമുക്ക് കാണാനും ദൈവത്തെ അന്വേഷിപ്പാനുള്ളൊരു ആവശ്യബോധം നമ്മിലേക്ക് വരും. അങ്ങനെ ഒരു ആവശ്യബോധം നമുക്ക് വരുമ്പോൾ ഈ പർവ്വത പ്രസംഗം അവസാനിക്കുന്നത് അവിടെ ഏകദേശം ഒരു 4 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇത് അവസാനിക്കുന്നത്. അപ്പൊ അവസാനിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം മുതൽ അവിടെയുള്ള 11-ാമത്തെ വാക്യം വരെ നമ്മൾ നോക്കുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്? ആസ്ക്, യാചിക്കുവീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. അപ്പൊ നമ്മുടെ നിസ്സഹായത കണ്ടിട്ട് അവസാനം കർത്താവ് ഇതിന്റെ സൊല്യൂഷനായിട്ട് നമ്മോട് പറയുകയാണ്, നിങ്ങള് ആസ്ക്. ഈ ASK എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് ASK. അപ്പോ ആ വാക്കിൽ തന്നെ ASKക്ക് ആദ്യത്തെ A എന്താണ്? ആസ്ക്. പിന്നെ S എന്താണ്? സീക്ക്. K എന്താണ്? നോക്ക്. ആസ്ക്, സീക്ക്, നോക്ക്.
അപ്പോ കർത്താവ് പറഞ്ഞിരിക്കുക, യാചിക്കുക, പിന്നെ അന്വേഷിക്കുക, നിങ്ങൾ മുട്ടുക. അപ്പൊ എന്തിനു വേണ്ടിയാണ് യാചിക്കേണ്ടത്? എന്തിനു വേണ്ടിയാണ് അന്വേഷിക്കേണ്ടത്? വീണ്ടും അവിടെ പറയുന്നു, മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. എത്രയധികം. നമ്മൾ ലൂക്കോസിൽ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും എന്നാണ് ലൂക്കോസ് 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ നിസ്സഹായതയുടെ മധ്യത്തിൽ നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്ന്, കർത്താവേ ഞാനിതാ അങ്ങയോട് ചോദിക്കുന്നു, ഞാൻ യാചിക്കുന്നു, ഞാനിതാ കർത്താവേ ഞാനിത് അന്വേഷിക്കുന്നു, ഞാനിതാ മുട്ടുന്നു, കർത്താവെ എനിക്ക് ഈ ഒരു ജീവിതം ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള ശക്തി അങ്ങ് എനിക്ക് നൽകണമേ എന്നുള്ളൊരു പ്രാർത്ഥന. അപ്പൊ അതാണ് കർത്താവ് അവിടെ ആദ്യം പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളത്തിൽ നാം ഈ കേൾക്കുന്ന ദൈവജനത്തിൽ ഉള്ള ഈ ഉയർന്ന നിലവാരങ്ങളെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നാം കാണണം. നമ്മൾ സത്യസന്ധമായിട്ട് അതിനെ സമ്മതിക്കണം. നമ്മുടെ തോൽവികളും പരാജയങ്ങളും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നാം ഒരു നിരാശയുടെ അനുഭവത്തിലല്ല കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന്, കർത്താവെ ഞാൻ മുട്ടുന്നു, ഞാൻ യാചിക്കുന്നു, ഞാൻ ചോദിക്കുന്നു, അങ്ങ് തീർച്ചയായിട്ടും എനിക്ക് അങ്ങ് ആ ശക്തി പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകും, അങ്ങയുടെ സ്വഭാവത്തെ എനിക്ക് നൽകും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നാം നിൽക്കണം. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത്, അവിടെ ഒരു ഇടുക്കുവാതിലൂടെ കടക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ഇടുക്കുവാതിൽ, നാരോ ഗേറ്റിനെ കുറിച്ച് അവിടെ പറയുന്നു. നാരോ ഗേറ്റും അതുപോലെ തന്നെ നാരോ വേയും അവിടെ പറയുന്നുണ്ട്. 13-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത്, ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുവിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതും വഴി ഞെരുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. നമ്മൾ പലപ്പോഴും ഈ വാക്യം വായിക്കുമ്പോൾ നമുക്കും അതൊരു അയ്യോ ഇടുക്കുവാതിൽ, ഇടുക്ക് വഴി, നമുക്ക് ആകെ ഞാൻ എങ്ങനെ പോകും എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ, നമുക്ക് ഈ ഇടുക്കുവാതിലിലൂടെ കടന്ന് ഇടുക്ക് വഴിയിലൂടെ യാത്ര ചെയ്ത് നമുക്ക് മുന്നോടിയായി പോയ ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ കാൽച്ചുവടുകളെ ആ ഇടുക്ക് വഴിയിൽ നമുക്ക് മുമ്പിൽ നമുക്ക് കാണുവാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് ഉത്സാഹം പകരേണ്ടത്. ഞാൻ അങ്ങനെ പറയുമ്പോൾ നമ്മള് ഈ ഒരു ഇടുക്ക് മാർഗം അല്ലെങ്കിൽ ക്രൂശിന്റെ മാർഗം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അതായത് വളരെ നാരോ ആയിട്ടുള്ള, നാം കർത്താവ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. അപ്പൊ ആദ്യം കർത്താവിന്റെ ശബ്ദം കേട്ട് നാം വാതിൽ തുറക്കുന്നു, കർത്താവിന് ആയിട്ട് നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുന്നു. നമുക്ക് വീണ്ടും ജനനത്തിന്റെ ഒരു തുടക്കം, അതാണ് ഒരു ഇടുക്ക് വാതിൽ. ആ വാതിൽ കഴിഞ്ഞ് നമുക്ക് മുമ്പോട്ടൊരു വഴിയുണ്ട്. ആ വഴി എന്ന് പറയുന്നത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് പോലെ അത് ഞാനൊരു ഏകനായി പോകുന്ന ഒരു യാത്രയല്ല. കർത്താവിനോടൊപ്പം അത്താഴം കഴിച്ചുകൊണ്ട്, കർത്താവിനെ എൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ട് കർത്താവിന്റെ പുറകെ പോകുന്ന ഒരു യാത്രയാണ് എന്ന് കാണുമ്പോൾ ആ വഴി എനിക്ക് ഉത്സാഹം പകരും, നമ്മെ ശക്തീകരിക്കും. നമ്മൾ എബ്രായ ലേഖനം 10-ാം അധ്യായം നോക്കുക. എബ്രായ ലേഖനം 10-ാം അധ്യായം, അവിടെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, അവിടെ ഈ ജീവനുള്ള പുതിയ വഴി, ഈ ക്രൂശിന്റെ മാർഗം തുറന്നത് ആരാണ്? അത് കർത്താവായ യേശു തന്നെയാണ്. 10-19 നോക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിൽ ഒരു മഹാപുരോഹിതനും നമുക്ക് ഉള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അപ്പൊ നാം ആ ഇടുക്ക് വഴി കാണുമ്പോഴും ഈ വഴിയെ തുറന്നവൻ എൻ്റെ കർത്താവാണ്. കർത്താവിതാ മുമ്പിൽ യാത്ര ചെയ്യുന്നു. ആ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ, ആ കർത്താവ് മുമ്പിൽ നടക്കുമ്പോൾ കർത്താവിന്റെ വശത്ത് കർത്താവിനോട് ചേർന്ന് നിൽക്കാനുള്ള വീതി അവിടെ ഇല്ല. എന്നാൽ ഇതാ കർത്താവിന്റെ ആ കൈ പുറകിലോട്ടുണ്ട്. ആ കർത്താവിന്റെ കരത്തെ പിടിച്ച്, ആ കർത്താവിന്റെ തൊങ്ങലിനെ പിടിച്ച് എനിക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും. കർത്താവിൽ നിന്ന് ശക്തി എന്നിലേക്ക് പകരും. കർത്താവിന്റെ മാതൃകകളെ, കാൽച്ചുവടുകളെ എനിക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവാണ് ഈ ജീവനും ഉള്ള പുതിയ വഴി തുറന്നത്, ആ വഴിയിലൂടെ പോകുവാൻ. എന്നിട്ട് ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, ധൈര്യത്തോടെ നമുക്ക് പോകാം. ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവരായിട്ട്, ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവരായിട്ട്, പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ
ഈ കർത്താവിനോട് അടുത്ത് ചെല്ലുക, കർത്താവിന്റെ പുറകെ പോവുക, പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അപ്പൊ നമുക്ക് ഈ ഇടുക്ക് വഴിയിലും നമുക്ക് മുന്നോടിയായിട്ട് നമ്മെ സഹായിക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന ആ കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലാണെങ്കിലും 12-ാം അധ്യായത്തിൽ അവിടെയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഈ ഓട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, എബ്രായ ലേഖനം 12-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും പറയുന്നത് നാം യേശുവിനെ നോക്കിക്കൊണ്ട് ഓടാനാണ് പറയുന്നത്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പൊ ഓടുമ്പോ എങ്ങനെയാണ് നമ്മൾ ഓടേണ്ടത്? വിശ്വാസത്തിന്റെ നായകൻ കർത്താവാണ് ഈ വഴി തുറന്നത്. കർത്താവ് ഇതാ മുമ്പിൽ പോകുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ, ഇത് പൂർത്തി വരുത്തുന്നത് കർത്താവാണ്. ആ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവിടുന്ന് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അപ്പൊ കർത്താവ് ആ ക്രൂശിനെ സഹിച്ച് മുമ്പോട്ട് പോയത്, ആ കർത്താവ് നമ്മെ ഓർത്ത് ഉള്ള ദൈവസന്നിധിയിൽ ദൈവഹിതം പൂർത്തിയാക്കുന്നതിന്റെ, നമ്മുടെയൊക്കെ രക്ഷയുടെ, നമ്മയൊക്കെ ദൈവത്തിന്റെ സ്വഭാവത്തേക്ക് അനുരൂപരാക്കുന്ന ആ പ്രക്രിയ ഒക്കെ ഉള്ള സന്തോഷം കണ്ട് കർത്താവ് മുമ്പിൽ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ കർത്താവിനെ നോക്കി കർത്താവിന്റെ പുറകെ നാം പോയാൽ മതി. അപ്പൊ എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. എന്നിട്ട് പറയുന്നു, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഈ ക്രൂശിന്റെ മാർഗം എന്ന് പറയുന്നത് പാപത്തോട് എതിർത്ത് നിൽക്കുന്ന ഒരു ഇടുങ്ങിയ വഴിയാണ്. എന്നാൽ ഈ ഇടുങ്ങിയ വഴിയിൽ എനിക്ക് മുന്നോടിയായിട്ട് പോയത് കർത്താവാണ്. ആ കർത്താവിനെ കണ്ട് ആ സന്തോഷം ഓർത്ത് കർത്താവിന്റെ പുറകെ പോയി എനിക്ക് കർത്താവിന്റെ പുറകെ ഈ ഇടുങ്ങിയ വഴിയിലൂടെ എനിക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും. അപ്പൊ കർത്താവ് ഇവിടെ ആ ഒരു ദേഹം എന്ന തിരശ്ശീല ചീന്തി എന്നാണ് നമ്മൾ എബ്രായ ലേഖനം നമ്മൾ തൊട്ട് 10-ാം അധ്യായത്തിൽ നാം വായിച്ചത്. ദേഹം എന്നത് ശരീരം, അത് കാൽവരി ക്രൂശിൽ കർത്താവിന്റെ ശരീരം ചിന്തപ്പെട്ടു. എന്നാൽ കർത്താവിന്റെ ജീവിതത്തിലുടനീളം, അത് ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ അത് കർത്താവിന്റെ ബോഡി എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഓപ്പൺ ദ വേ ത്രൂ ദ ഫ്ലഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് തൻ്റെ ജഡത്തിലൂടെ, തൻ്റെ ദേഹിയിലൂടെ കർത്താവ് ഒരു ക്രൂശിന്റെ മാർഗം തുറന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിലുടനീളം നാം പോകുമ്പോൾ കർത്താവെ, എൻ്റെ ദൈവമേ, നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ എന്ന് കർത്താവ് പറഞ്ഞ തൻ്റെ ജീവിതത്തിലുടനീളം, ആ ഗെത്സമന തോട്ടത്തിൽ മാത്രമല്ല, തൻ്റെ ജീവിതത്തിലുടനീളം കർത്താവ് പറഞ്ഞത്, എൻ്റെ ഇഷ്ടമല്ല പിതാവേ, അങ്ങയുടെ ഇഷ്ടം. നാമും എൻ്റെ ഇഷ്ടമല്ല കർത്താവെ, അങ്ങയുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഈ ക്രൂശിന്റെ മാർഗത്തിലൂടെ കർത്താവിന്റെ പാദങ്ങളെ പിന്തുടർന്ന് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് ആ തിരശ്ശീല ചീന്തി കഴിയുമ്പോൾ ഞാൻ ചെല്ലുന്നത് ദൈവ സാന്നിധ്യത്തിലേക്കാണ്, കർത്താവിനോടുള്ള കൂട്ടായ്മയിലേക്കാണ്, ആ അതിവിശുദ്ധ സ്ഥലത്തേക്കാണ്. അവിടെ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിനോടുള്ള കൂട്ടായ്മയോട് ചേർന്ന് കർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ പുറകെ എനിക്ക് ഇടുക്ക് വഴിയിലൂടെ എനിക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും. അപ്പൊ ഇത് എത്ര ഉത്സാഹം പകരുന്ന ഒരു കാര്യമാണ്. കർത്താവ് ഇടുക്ക് വഴി എന്ന് പറയുമ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നു എന്ന് നാം തൊട്ട് മുമ്പ് വായിച്ചു. അത് കഴിഞ്ഞിട്ട് കർത്താവിന്റെ മാതൃകയും, കർത്താവ് നമ്മുടെ കരം പിടിച്ച് വാഗ്ദത്തങ്ങൾ വിശ്വാസത്തോടുകൂടെ എന്നെ നോക്കിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞ് കർത്താവ് നമ്മെ ഉത്സാഹിപ്പിക്കുന്നു. അതിനെ തുടർന്ന് പിന്നീട് അവിടെ പറയുന്ന മറ്റൊരു കാര്യം 2 വൃക്ഷങ്ങളെ കുറിച്ചാണ്. ഗുഡ് ട്രീ, ബാഡ് ട്രീ. നല്ല വൃക്ഷം, ആകാത്ത വൃക്ഷം. അവിടെ നമ്മൾ വായിക്കുന്നല്ലോ 17-ാമത്തെ വാക്യം, 16, 17. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം എന്ന് പറഞ്ഞിട്ട്, മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. അപ്പൊ നാം ഈ പല നല്ല സ്വഭാവങ്ങളെ കുറിച്ചും നമ്മുടെ ജീവിതത്തിലുള്ള ഈ ആകാത്ത പല കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന കോപം, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന കയ്പ്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ക്ഷമിക്കാത്ത ഈ സ്വഭാവം, ഇതൊക്കെ എവിടുന്നാ വരുന്നത്? ഇത് പുറത്തേക്ക് വരുന്നത് അത് എൻ്റെ സ്വയം ആകുന്ന ആ വൃക്ഷത്തിലാണ്. ഞാനിപ്പോ അതിനോടാണ് ഈ എൻ്റെ ബ്രാഞ്ച്
ഈ ബ്രാഞ്ച് ചേർന്നിരിക്കുന്നത്. ആ ബ്രാഞ്ച് ചേർന്നിരിക്കുന്നത് കർത്താവിനോടല്ല, കർത്താവിനോട് ഞാൻ ചേർന്ന് ആ കർത്താവിന്റെ വേരിലേക്ക് ഞാൻ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ ആ വേരിൽ നിന്ന് ഉയർന്നു വരുന്ന ആ കർത്താവിന്റെ ജീവരസമാണ് എൻ്റെ ഈ കൊമ്പിൽ, എൻ്റെ ഈ ബ്രാഞ്ചിലൂടെ പുറത്തേക്ക് വന്ന് ഫലമായിട്ട് പുറത്തു വരിക. അപ്പൊ കർത്താവ് ഇവിടെ പറയുന്നത് എന്താണ്? നിനക്ക് നിന്നെ കൊണ്ട് ഈ ഒരു നല്ല സ്വഭാവവും നിനക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുകയില്ല. നീ നിന്നിൽ തന്നെ, നിന്റെ സ്വയത്തിൽ തന്നെയാണ് നീ ചാരുന്നതെങ്കിൽ അതിനകത്തുനിന്ന് പുറത്തു വരുന്നതെല്ലാം ഈ ആകാത്ത ഫലമായിരിക്കും. അവിടെ അവര് ഈ രീതിയിലുള്ള കയ്പും മുള്ളും പറക്കാരയും ഇതൊക്കെയായിരിക്കും നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത്. കയ്പുള്ള, വളരെ മറ്റുള്ളവർക്ക് അരോചകമുണ്ടാക്കുന്ന ഫലങ്ങളായിരിക്കും നമ്മിൽ നിന്ന് പുറത്തു വരുന്നത്. കാരണം ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നത് കർത്താവിലല്ല, ഞാൻ ആശ്രയിക്കുന്നത് കർത്താവിലല്ല. ഒരുപക്ഷെ ഞാൻ എന്നിൽ തന്നെ ആശ്രയിക്കുന്നു, എൻ്റെ സ്വയത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ലോകത്തിലേക്കാണ് എൻ്റെ വേരുകൾ ഊന്നിയിരിക്കുന്നത്. നമുക്ക് അതിൽ നിന്ന് കർത്താവ് നമ്മോട് പറയുന്നു, നീ ഈ ഒരു ബോധ്യത്തിലേക്ക് നീ വരിക. നിനക്ക് സ്വയമായിട്ട് ഒന്നും ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. നിന്നിൽ നിന്ന് വരുന്ന ഫലം മുഴുവൻ, അത് നിന്നിൽ നിന്നാണ് വരുന്നതെങ്കിൽ അത് മുഴുവൻ കയ്പുള്ളതും നിനക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടിക്കുന്നതുമായ ഫലങ്ങളായിരിക്കും നിന്നിൽ നിന്ന് വരിക. എന്നാൽ നിനക്കൊരു വഴിയുണ്ട്. നീ ഈ എന്നിൽ, ആ നല്ല വൃക്ഷമായിരിക്കുന്ന എന്നോട് നീ ചേർന്ന് നിൽക്കുക, എന്നോട് നീ ചേർന്ന് നിൽക്കുക, എന്നോടുള്ള കൂട്ടായ്മയിൽ നീ നിൽക്കുക. എന്നിൽ നിന്ന് ആ ജീവരസം നിന്നിലേക്ക് പകരപ്പെടട്ടെ. നിന്നിലേക്ക് ആ ജീവരസം വരുമ്പോൾ നിന്നിലൂടെ, നിന്റെ ബ്രാഞ്ചിലൂടെ എൻ്റെ ഫലങ്ങൾ പുറത്തേക്ക് വരും. അപ്പൊ ഇവിടെയും ഈ രണ്ട് ഉദാഹരണങ്ങളിലൂടെ കർത്താവ് നമ്മെ വീണ്ടും ഓർപ്പിക്കുകയാണ്, നാം നമ്മുടെ സോഴ്സ്, നമ്മുടെ ഉറവിടമായിട്ട് കർത്താവിനെ തന്നെ നാം ആശ്രയിക്കണം. കർത്താവിങ്കിലേക്ക് നാം ചാരണം. നിസ്സഹായതയോടെ എൻ്റെ കുറവുകളെ കണ്ട് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ കർത്താവെ, ഞാൻ അങ്ങേ വിട്ട് പോകുന്നു എന്നല്ല, ഞാനിതാ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. എന്നെ ജീവിപ്പിക്കുന്ന, എനിക്ക് ചൈതന്യം തരുന്ന, എന്നിൽ നിന്ന് ജീവരസം പുറത്തേക്ക് കർത്താവെ ഒഴുക്കുവാൻ കഴിയുന്ന ആ ജീവജലത്തിന്റെ ഉറവയായ അങ്ങയുടെ അടുക്കിലേക്ക് ഞാൻ വരുന്നു. അങ്ങയുടെ അടുക്കിലേക്ക് ഞാൻ വരുമ്പോൾ കർത്താവ് അവിടുന്ന് ആ വൃക്ഷത്തിനോട് ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവിന്റെ നല്ല ഫലങ്ങൾ എന്നിൽ നിന്ന് പുറപ്പെടുവാനായിട്ട് ഇടയാവും. ഇവിടെ ഏറ്റവും അവസാനമായിട്ട് മത്തായി 7-ാം അധ്യായത്തിന്റെ ഏറ്റവും അവസാനം അവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് അടിസ്ഥാനങ്ങളെ കുറിച്ചാണ്. രണ്ട് അടിസ്ഥാനങ്ങൾ. ആ രണ്ട് അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, മണലിന്മേൽ അടിസ്ഥാനമിട്ടവൻ അല്ലെങ്കിൽ പാറമേൽ അടിസ്ഥാനമിട്ടവൻ. അവിടെ പറയുന്നു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് 24-ാം വാക്യം മുതൽ ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. അപ്പൊ ഇവിടെയും നാം എന്താണ് വായിക്കുന്നത്? ഞാൻ പാറമേൽ വീട് പണിതാൽ മാത്രമേ എൻ്റെ വീട് നിലനിൽക്കുകയുള്ളൂ. അപ്പൊ ഞാൻ പണിയേണ്ടത് മണലിന്മേലല്ല. പലപ്പോഴും ദൈവവചനം കേട്ട് വഴിയോരത്ത് വിതയ്ക്കപ്പെടുന്നതിനെ കുറിച്ചും മുള്ളിന്മേൽ വിതയ്ക്കപ്പെടുന്നതിനെ കുറിച്ചും ഒക്കെ കർത്താവ് ഉപമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ പല സമയങ്ങളിലും അത് വളരെ പ്രൈസ് ദി ലോർഡ്, ദൈവ സന്തോഷം എന്ന് പറഞ്ഞ് വളരെ വികാരപരമായിട്ട്, വികാരത്തിൽ ആ ദൈവവചനത്തെ പലപ്പോഴും നമ്മൾ സ്വീകരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ, ഞായറാഴ്ചയുള്ള മീറ്റിങ്ങുകൾ, ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെ ഒക്കെ മൊത്തത്തിൽ വികാരത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ ജീവിതം അത് നിലനിൽക്കണമെങ്കിൽ ആ വികാരത്തിന്റെ അപ്പുറത്ത് അത് താഴേക്ക് ഇറങ്ങണം. അത് താഴേക്ക് ഇറങ്ങണം. അത് താഴേക്ക് ഇറങ്ങി എൻ്റെ ഹിതം, എൻ്റെ വില്ലാകുന്ന, എൻ്റെ ഉറച്ചിരിക്കുന്ന ആ പാറയെ തകർത്ത് ആ വില്ല് ഞാൻ വേണ്ട എന്ന് വെക്കുന്നു, എൻ്റെ ഇഷ്ടം വേണ്ട എന്ന് വെക്കുന്നു. അല്ലെങ്കിൽ ഞാൻ വീണ്ടും ആ തിരശ്ശീല കയറുന്നു. സമാഗമന കൂടാരത്തിന്റെ ഒരു ചിത്രമാണ്. നമ്മളെപ്പോഴും പ്രാകാരത്തിൽ നിന്ന്, വിശുദ്ധ സ്ഥലത്തിൽ നിന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക്, ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക്, ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിലേക്ക്, അങ്ങനെ നിൽക്കുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ വീട് നിലനിൽക്കുക. അപ്പൊ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തെ, സ്വന്തം ഹിതത്തെ വേണ്ട എന്ന് വെച്ച് ആ കട്ടിയായി നിൽക്കുന്ന ആ പാറയെ ഇടിച്ച് തകർത്ത് താഴേക്ക് ചെല്ലുമ്പോൾ, അവിടെ ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമിടുമ്പോൾ അവിടെ ഞാൻ കർത്താവിനെ, ആ പാറയ്ക്കടിയിൽ ഞാൻ കാണുന്നത് കർത്താവിനെയാണ്, കർത്താവിന്റെ സാന്നിധ്യത്തെയാണ്. കർത്താവെങ്കിൽ ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതത്തെ ഞാൻ പണിയുമ്പോൾ, അത് ഞാൻ വികാരത്തിൽ പണിതാൽ അത്
ഇളകിപ്പോവും, പെട്ടെന്ന് മറിഞ്ഞു പോകും. എന്നാൽ ഞാൻ അതിൻ്റെ അപ്പുറത്ത് ഞാൻ എൻ്റെ കർത്താവെ, ഈ വചനം എനിക്ക് ശക്തിയില്ല, എന്നാൽ കർത്താവെ ഞാനിതാ എൻ്റെ സ്വന്തം ഇഷ്ടത്തെ വേണ്ട, കർത്താവെ അങ്ങയിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും അതിനടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ദൈവത്തെ കാണാനും ദൈവ സാന്നിധ്യത്തെ കാണാനും ആ പിളർന്ന ഒരു പാറയെ നമുക്ക് അതിനടിയിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ആ പിളർന്ന ഒരു പാറയെക്കുറിച്ച്. അവിടെ പുറപ്പാട് പുസ്തകം 33-ന്റെ 22 നമുക്കറിയാവുന്നതാണ്, നമുക്കത് എടുക്കണമെന്നില്ല. ആ ഭാഗത്ത് അവിടെ ആ പാറയുടെ പിളർപ്പിൽ ദൈവസാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാനായിട്ട് ആഗ്രഹിച്ച മോശയെ അവിടെ ആ പാറയുടെ പിളർപ്പിൽ അവനെ അവിടെ നിർത്തി ആ പാറയുടെ പിളർപ്പിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ നൽകിയ ആ ദൈവം ഇന്നും നമുക്ക് കാൽവറിയിൽ നമുക്കായിട്ട് ചിന്തപ്പെട്ട ആ കർത്താവ്, ആ പാറയായ ക്രിസ്തു, ആ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നാം എത്തുന്നത്, ആ ക്രിസ്തുവിലാണ് നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നാം പണിയേണ്ടത്. അതാണ് ആഴത്തിൽ കുഴിച്ച് നമ്മുടെ സ്വന്തം ഇച്ഛയ്ക്ക് അപ്പുറത്ത് അതിനെ വേണ്ട എന്ന് വെച്ച് അവിടെ ഞാൻ ദൈവത്തോടുള്ള സാന്നിധ്യത്തിൽ, ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ഞാൻ അതിനടിയിലേക്ക് ഞാൻ പോകുന്നു. അത് മാത്രമല്ല, നമ്മൾ പുതിയ നിയമത്തിലും നാം വായിക്കുന്നുണ്ട്, നമ്മൾ ഈ പത്രോസിനോട് കർത്താവ് പറയുന്നുണ്ട്, മത്തായി 16-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ടല്ലോ. മത്തായി 16-ന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സഭയെ എവിടെയാണ് പണിയുന്നത്? ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ ഞാൻ പണിയും എന്നല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്, മത്തായി 16. ആ പാറ എന്താണ്? അവിടെ പറഞ്ഞു, ബെറിയോന 17-ാമത്തെ വാക്യം, മത്തായി 16-ന്റെ 17, ബെറിയോന ശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്ക് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, നീ ഒരു പാറ കഷ്ണമാണ്, നീ പെട്രോസ് ആണ്. എന്നാൽ ഈ പാറമേൽ, പെട്ര എന്ന ഈ വലിയ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. വ്യക്തിപരമായി നാം ഓരോരുത്തരും ആ വലിയ പാറയാകുന്ന, ആ പിളർന്ന പാറയായ ആ കർത്താവിങ്കൽ നമ്മളുടെ ജീവിതത്തെ നാം പണിയുന്നെങ്കിൽ, കർത്താവിങ്കിലേക്ക് നാം ചെന്ന്, കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്ന് ദൈനംദിന ജീവിതത്തിൽ, ഇന്നത്തെ ഒരു 2-3 ദിവസമുള്ള ഉപവാസത്തിൽ ഒക്കെ എനിക്ക് നല്ല ചില അനുഭവങ്ങൾ ഉണ്ടായി. വികാരത്തിൽ ഞാൻ അവിടെ നിൽക്കാതെ അതിനപ്പുറത്ത് കർത്താവെ, ഓരോ ദിവസവും ഈ ക്രൂശിന്റെ മാർഗത്തിൽ, ഈ ഇടുക്കമുള്ള വഴിയിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന അങ്ങയെ കണ്ടുകൊണ്ട്, കർത്താവെ അങ്ങിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട്, അങ്ങയുടെ കാൽച്ചുവടുകളെ പിൻപറ്റിക്കൊണ്ട്, ഓരോ ദിവസവും എൻ്റെ സ്വന്തം ഇഷ്ടത്തെ വേണ്ട 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 എന്ന് വെച്ച് കർത്താവെ ഞാൻ അങ്ങയോടുള്ള കൂട്ടായ്മയിൽ ആ ഏറ്റവും അടിയിലുള്ള ആ പാറയാകുന്ന ക്രിസ്തുവിനോട് എപ്പോഴും സമ്പർക്കം പുലർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ മരത്തോട്, ക്രിസ്തുവാകുന്ന ആ മരത്തോട് ഞാൻ എപ്പോഴും ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ പോകുമ്പോൾ, അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഫലങ്ങൾ പുറത്തേക്ക് വരിക. ഞാൻ പലപ്പോഴും ഒരു ക്രിസ്തീയ ജീവിതത്തെ സാക് ബ്രദർ പലപ്പോഴും ഒരു 3 നിലയുള്ള വീടായിട്ട് ഉപമിക്കാറുണ്ട്. 3 നിലയുള്ള വീട്, അതിന്റെ ഏറ്റവും അടിസ്ഥാനം എന്താണ്? ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ഉറപ്പ്. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ഉറപ്പ്, അതാണ് ഏറ്റവും അടിസ്ഥാനം, ഫൗണ്ടേഷൻ. അത് കഴിഞ്ഞ് 1-ാം നില എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതമാണ്. ദൈവത്തോടുള്ള വ്യക്തിപരമായ നമ്മുടെ ജീവിതം, മറ്റു വ്യക്തികളോട് ആരോടും കയ്പില്ല, വിദ്വേഷമില്ലാത്ത ഒരു ജീവിതം. അതിൻ്റെ മുകളിലാണ് കുടുംബജീവിതം. അതിൻ്റെയും മുകളിലാണ് സഭാജീവിതം, നമ്മുടെ മിനിസ്ട്രി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ചിത്രത്തിലാണെങ്കിലും ഏറ്റവും അടിയിൽ എന്താണ്? ഏറ്റവും അടിയിൽ ആ കർത്താവിന്റെ ആ പിളർന്ന ഒരു പാറയെ, കർത്താവിന്റെ സ്നേഹത്തിലുള്ള സുരക്ഷിതത്വം, കർത്താവിന് എനിക്ക് വേണ്ടി കരുതുന്നു, കർത്താവ് എനിക്കായിട്ട് തന്റെ രക്തത്തെ ചിന്തി എന്നെ വീണ്ടെടുത്തു, കർത്താവ് എന്നെ മുற்றிലും വിടുവിക്കുവാനായിട്ട് കർത്താവ് ശക്തനാണ്. ആ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ആ കാര്യമാണ് ഈ ചിത്രത്തിന്റെയും അടിയിലുള്ളത്. നമുക്ക് പ്രിയ സഹോദരന്മാരെ, നമുക്ക് ഈ മത്തായി 5, 6, 7 ഉള്ള ഈ ആഴമായ സത്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഇന്ന് നിരാശപ്പെടാതെ നമുക്ക് ഈ പാറയുടെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാം.
കർത്താവെ ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് ഞാൻ വരുന്നു. ഈ വൃക്ഷത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് ചേരാം. കർത്താവെ ഞാൻ അങ്ങയോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. കർത്താവെ എന്റെ മുമ്പിൽ പോകുന്ന ആ ഇടുക്ക് വാതിൽ, എനിക്ക് മുന്നോടിയായി പോകുന്ന അങ്ങയുടെ കാൽച്ചുവടുകളെ പിൻപറ്റി അങ്ങയുടെ ചേർന്ന് ഞാൻ നിൽക്കട്ടെ. കർത്താവെ ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. എനിക്ക് കർത്താവെ എനിക്ക് ശക്തിയില്ല, എനിക്ക് കർത്താവെ, എന്നാൽ അങ്ങനോട് പറഞ്ഞിട്ടുണ്ട്, ആസ്ക്, നീ ചോദിക്കുക, നീ യാചിക്കുക, നീ അന്വേഷിക്കുക, നീ മുട്ടുക, മുട്ടിക്കൊണ്ടേയിരിക്കുക. നമുക്ക് തുടർമാനമായിട്ട് കർത്താവിനോട് മുട്ടിക്കൊണ്ടേയിരിക്കുക. ഈ യാത്രയിൽ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാതെ എനിക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല. ഓരോ ദിവസവും കർത്താവെ എനിക്ക് അങ്ങയുടെ ശക്തിയെ നൽകണമേ എന്ന് പറഞ്ഞ് നമുക്ക് ദൈവമുഖത്തിൽ നമുക്ക് ആശ്രയിക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ മത്തായി 5, 6, 7 ഈ അധ്യായങ്ങളൊക്കെ നമ്മൾ വായിച്ച് ഇതെല്ലാം ഈ ചാപ്റ്റേഴ്സ് ഡിവിഷനൊക്കെ ഇത് ആളുകൾ പിന്നീട് ഇട്ടതാണ്, 6, 7. പക്ഷെ ഈ 7-ാം അധ്യായം കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ 8-ാം അധ്യായം നോക്കുക. എനിക്ക് ഉത്സാഹം പറഞ്ഞ ചില കാര്യങ്ങൾ 8-ാം അധ്യായം 9-ാം അധ്യായം നോക്കുക. 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും മുഴുവൻ യേശു ചെയ്ത അത്ഭുതങ്ങളാണ്. 8-ാം അധ്യായത്തിൽ ഏകദേശം 6-ലധികം അത്ഭുതങ്ങളുണ്ട് യേശു ചെയ്തത്. ആദ്യം വന്നപ്പോ നോക്കുക, ഒരു കുഷ്ഠരോഗി വന്നു. ഇത്രയും പറഞ്ഞ് ഈ ഒരു ആഴമായ ജീവിതത്തെക്കുറിച്ച്, ഉയർന്ന ഒരു നിലവാരത്തെ ഉയർത്തി, അതിനെക്കുറിച്ചുള്ള ഒരു വഴിയെക്കുറിച്ച് പറഞ്ഞ്, അത് കഴിഞ്ഞിട്ട് ഈ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് യേശു പോയിട്ട് യേശു തുടർമാനമായിട്ട് പല അത്ഭുതങ്ങൾ ചെയ്തു. ഓരോ അത്ഭുതങ്ങളിലൂടെയും കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ അവിടെ നോക്കുക. ഒരു കുഷ്ഠരോഗിയെ വന്നു. കുഷ്ഠരോഗി, കർത്താവെ എന്നെ മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണമേ, ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകുക എന്ന് പറഞ്ഞു. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി. അത് കഴിഞ്ഞതാ ഒരു ശതാധിപന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ചു കിടക്കുന്നു. അവൻ എഴുന്നേക്കാൻ പറ്റുന്നില്ല, തളർന്നിരിക്കുന്ന പക്ഷപാതക്കാരന്റെ അടുക്കിലേക്ക് അവിടെ അവൻ ഒരു താഴ്മയോടെ വിശ്വാസത്തോടുകൂടെ ഈ ശതാധിപൻ വന്നപ്പോ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ അവൻ തന്റെ താഴ്മയിലും വിശ്വാസത്തിലും നിന്നതിനെ കർത്താവ് പുകഴ്ത്തുക മാത്രമല്ല, തന്റെ ആ ബാല്യക്കാരനെ കർത്താവ് സൗഖ്യമാക്കി. അപ്പോ നോക്കുമ്പോ ഇതിനകത്ത് അത് കഴിഞ്ഞിട്ട് പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ അവൻ കടലിനെ, കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു. അത് കഴിഞ്ഞ് ഗദര ദേശത്തെ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്നു. ഇവിടെ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാല് പിന്നെ 16-ാം വാക്യത്തിൽ പല ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കുന്നു. അപ്പൊ ഏകദേശം 6-ലധികം അത്ഭുതങ്ങൾ ഈ 8-ാമത്തെ അധ്യായത്തിലുണ്ട്. 6-ലധികം ഭൂതഗ്രസ്തർ. പലരെന്ന് പറഞ്ഞാൽ അതിപ്പോ കുറച്ചുകൂടെ കൂടുതലുണ്ട്, എന്നാലും സ്പെസിഫിക് ആയിട്ട് യേശു പറഞ്ഞ എണ്ണി അത്ഭുതങ്ങൾ നോക്കിയാൽ തന്നെ 6 9-ാം അധ്യായത്തിലേക്ക് വന്നാലും 9-ാം അധ്യായത്തിലും വീണ്ടും യേശു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് താഴേക്ക് വരുമ്പോ കർത്താവ് എന്നിട്ട് പറയുന്നു, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരോട് ഈ പല രീതിയിൽ ആൾക്കാരെ വിടുവിക്കുന്നു, സൗഖ്യമാക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു കഴിഞ്ഞ് ഇതാ പിന്നീട് ഒരു സ്ത്രീ വന്ന് തന്റെ വസ്ത്രത്തെ, രക്തസ്രാവമുള്ള സ്ത്രീ തന്റെ വിശ്വാസത്തോടെ അവന്റെ വസ്ത്രത്തെ തൊടുന്നു. പിറകിൽ നിന്ന് വന്ന് വസ്ത്രത്തെ തൊട്ടു, അവൾക്ക് സൗഖ്യമായി. അത് കഴിഞ്ഞ് 2 കുരുടർ സൗഖ്യം പ്രാപിക്കുന്നു. 27-ാം അധ്യായത്തിൽ 2 കുരുടർ സൗഖ്യമാക്കും. 32-ാം വാക്യം വന്നപ്പം ഒരു ഊമൻ സൗഖ്യമാകും. ഇത് എനിക്ക് വളരെ ഉത്സാഹം പകർന്നു. കാര്യം നമുക്ക് ഈ രീതിയിൽ നമുക്ക് കർത്താവ് ശിഷ്യന്മാരോട് ഇതൊക്കെ പറഞ്ഞ് അതിന് വഴി പറഞ്ഞിട്ട് കർത്താവ് അവരെയും കൂട്ടിക്കൊണ്ട് ഈ ആൾക്കാരെ സൗഖ്യമാകും. കർത്താവ് അവരോട് പറയുകയാണ്, അവർക്ക് എല്ലാവർക്കും 12 ശിഷ്യന്മാരാണെങ്കിൽ 12 പേർക്കും ആവശ്യമുള്ള 8-ാം അധ്യായത്തിൽ 6 അത്ഭുതം, 9-ാം അധ്യായത്തിൽ 6 അത്ഭുതം, എല്ലാവർക്കും 12 അത്ഭുതങ്ങളും ഒക്കെ ചെയ്ത് യേശുക്രിസ്തു, അതിനുശേഷമാണ് യേശുക്രിസ്തു തുടർന്ന് അവരെ 12 പേരെ തെരഞ്ഞെടുക്കുന്നത്. അതിനെ തുടർന്ന് അടുത്ത 10-ാം അധ്യായത്തിലാണ് 12 പേരെ തെരഞ്ഞെടുക്കുന്നത്. അതിനു മുമ്പ് ഇത്രയും അത്ഭുതങ്ങളൊക്കെ ചെയ്ത് യേശു ആ രീതിയിൽ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട, ഞാൻ ശക്തിയുള്ളവനാണ്, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ എനിക്ക് കഴിയും, നിങ്ങളുടെ കുഷ്ഠരോഗത്തെ മാറ്റുവാനായിട്ട് എനിക്ക് കഴിയും, നിങ്ങളുടെ പക്ഷപാതത്തെ മാറ്റുവാനായിട്ട് കഴിയും, നിങ്ങളുടെ കുരുട്ട് കണ്ണുകളെ തുറക്കുവാനായിട്ട് എനിക്ക് കഴിയും, നിങ്ങളുടെ കേൾക്കാത്ത ചെവികളെ തുറക്കുവാനായിട്ട് എനിക്ക് കഴിയും. കർത്താവ് അവരുടെ മുമ്പിൽ കർത്താവ് കാണിച്ചു കൊടുക്കുക. ഈ കർത്താവ് പലപ്പോഴും 12 കാര്യങ്ങൾ, 12 അപ്പം കർത്താവ് അനേകരെ അനുഗ്രഹിച്ചതിന് ശേഷം 12 കൊട്ട ബാക്കി നിറച്ചെടുത്തു. ഓരോ ശിഷ്യന്മാർക്കും
നിങ്ങൾ ഓർത്തോണം കേട്ടോ. ഓരോ കൊട്ട നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം കർത്താവ് ചെയ്തത്. ഇവിടെ നമുക്ക് ഈ ഒരു കാര്യം മാത്രം നമുക്ക് നോക്കാം. 8-ാം അധ്യായത്തിന്റെ ആ കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. അവനെ നമസ്കരിച്ചിട്ട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അല്ല, അങ്ങനെയല്ല. കുഷ്ഠരോഗി അവനെ നമസ്കരിച്ച്, കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. അവന്റെ ജീവിതത്തിലെ കുഷ്ഠത്തെ കണ്ട് നിരാശനായിട്ട് എനിക്ക് ഇതിനൊരു സൗഖ്യത്തിന്റെ പോസിബിലിറ്റി ഉണ്ടോ കർത്താവെ, എനിക്ക് സാധിക്കുമോ എന്ന് പറഞ്ഞ് അവന്റെ അടുക്കൽ ചെന്നപ്പോ കർത്താവ് എന്താണ് പറഞ്ഞത്? അവൻ കൈ നീട്ടി അവനെ തൊട്ടു. നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. സാധാരണ യേശുവിന് ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞ് സൗഖ്യമാക്കിയാൽ മതി. നമ്മുടെ ഉള്ള അവസ്ഥയെ അറിഞ്ഞ് നമ്മുടെ അടുക്കലേക്ക് വന്ന് നമ്മെ തൊട്ട് എനിക്ക് മനസ്സുണ്ട്. പ്രിയ ചെറുപ്പക്കാരാ, കുഞ്ഞെ, പ്രിയ മുതിർന്ന സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ നേരിടുന്ന നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിന്റെ പ്രശ്നമാണോ, ഒരു കുഷ്ഠരോഗത്തിന്റെ പ്രശ്നമാണോ, അത് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ആ ഭാരം തീർച്ചയായിട്ടും നമുക്ക് വേണം. ആ ഭാരത്തോടെ കർത്താവിന്റെ അടുക്കിലേക്ക് വരിക. കർത്താവ് പറയുന്നു, എനിക്ക് മനസ്സുണ്ട്. ഉടനെ കുഷ്ഠം മാറി ശുദ്ധമായി. നമ്മൾ ലേവ്യ പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ലേവ്യ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ, അവിടെ ഈ കുഷ്ഠരോഗത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ലേവ്യ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ, അവിടെ കുഷ്ഠം ത്വക്കിൽ അധികമായി പരന്ന് രോഗിയുടെ തല തൊട്ട് കാൽ വരെ പുരോഹിതൻ കാണുന്നിടത്തൊക്കെയും വടു ത്വക്കിൽ ആസകലം മൂടിയിരിക്കുന്നു എങ്കിൽ പുരോഹിതൻ നോക്കണം. പുരോഹിതൻ നോക്കിയിട്ട് കുഷ്ഠം അവന്റെ ദേഹത്തെ മുഴുവനും മൂടിയിരുന്നാൽ അവൻ വടുവുള്ളവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. ആസകലം വെള്ളയായി തീർന്ന് അവൻ ശുദ്ധിയുള്ളവനാകുന്നു. നാം ഈ ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഒരു അവസ്ഥ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എനിക്ക് കർത്താവെ എന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ കർത്താവെ ഞാൻ കുറവുള്ളവനാണ്, ഞാൻ ആകെ മ്ലേച്ഛനാണ്, കർത്താവെ എന്നെ ശുദ്ധമാക്കുവാൻ അങ്ങേക്ക് കഴിയുമോ? ആ പാപത്തെക്കുറിച്ചുള്ള ഈ ആഴമായ ബോധ്യം, ആ ബോധ്യം മതി കർത്താവിന്റെ മനസ്സോടെ കർത്താവിന് നമ്മെ തൊട്ട് നമ്മെ സൗഖ്യമാക്കുവാൻ. നാം ആ പാപത്തിനെ കുറിച്ചുള്ള ഈ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളത്തിലെ ആ കണ്ണുനീര്, ഉള്ളത്തിലെ കരച്ചിൽ, ഉള്ളത്തിലെ ആ തേങ്ങൽ, ഉള്ളത്തിലെ ആ തൃപ്തിയില്ലാത്ത അവസ്ഥ, ആത്മാവിലെ ദാരിദ്ര്യം, അത് കർത്താവ് കാണുന്നു. കർത്താവ് കണ്ടിട്ട് കർത്താവ് പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാവുക. കർത്താവ് നമ്മെ ശുദ്ധരാക്കും. നമുക്ക് പ്രിയ സഹോദരന്മാരെ, നമുക്കിന്ന് ഈ പ്രാർത്ഥന നമ്മൾ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്രത്യാശയോടെ, ഈ ഒരു വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ കർത്താവ് നമുക്ക് നമ്മെ ശക്തീകരിക്കുവാൻ, നമ്മെ നിറയ്ക്കുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ, അവിടുന്ന് നമുക്ക് കൂട്ടായ്മ നൽകി അവിടുത്തെ ജീവിതരസം നമ്മിലേക്ക് ഒഴുക്കുവാൻ അവിടുന്ന് സന്നദ്ധനാണ്. അവിടുന്ന് ആ ഇടുക്ക് വഴിയിൽ നമുക്ക് മുന്നോടിയായിട്ട് അവിടുന്ന് പോകുന്നു. അവിടുന്ന് തന്റെ സ്വന്തം ദേഹം എന്ന തിരശ്ശീലയെ, തന്റെ ജഡം എന്ന തിരശ്ശീലയെ ചീന്തി, ദേഹി എന്ന തിരശ്ശീലയെ ചീന്തി നമുക്ക് വേണ്ടി ആ കർത്താവിനോടുള്ള കൂട്ടായ്മയുടെ മാർഗം തുറന്നവനാണ്. അവിടുന്ന് ഇതാ നമുക്ക് ആഴത്തിൽ കുഴിച്ച് ആ പാറയായിരിക്കുന്ന ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയ്ക്ക് കർത്താവ് ഒരു വഴിയൊരുക്കിയിരിക്കുന്നു. നമുക്ക് ആ വഴിയിലൂടെ ഈ കർത്താവിന്റെ അടുക്കലേക്ക് നമ്മെ മാറ്റുവാൻ കഴിയുന്ന ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് തീർച്ചയായിട്ടും നമ്മെ നിറയ്ക്കും, നമ്മെ ശക്തീകരിക്കും, നമ്മെ രൂപാന്തരപ്പെടുത്തും. ഈ വിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം.